ഹലോ കുഞ്ഞുമക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ അത്ര വലിയൊരു ഇത് തോന്നൂല. ചെറിയൊരു സങ്കടകരമായ കാര്യമാണ്. ഞാൻ ഇന്നലെ എൻ്റെ ബോസിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അങ്ങനെ ഫാർമസിയിൽ മെഡിസിൻക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അന്നേരം ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് പ്രായം ചെന്ന ഒരാൾ, കുറച്ച് പ്രായം എന്ന് വെച്ചാൽ അത്യാവശ്യം പ്രായമുണ്ട്, ഒരു 10-60 വയസ്സുണ്ടാവും തോന്നുന്നു. അദ്ദേഹം, ഞാൻ ആദ്യം അയാളെ ശ്രദ്ധിച്ചില്ല, അയാളെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ അവിടെ ഇരിക്കണേ കണ്ട്. പക്ഷെ പിന്നീട് ഞാൻ അയാളെ കൈമൊക്കെ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ കൈമ ഇങ്ങനെ ആമം വെച്ചിരിക്കണം. ഇപ്പുറത്തൊരു പോലീസുകാരൻ ഇരിക്കണോണ്ട് അപ്പുറത്ത് വേറൊരു പോലീസുകാരൻ അയാൾക്ക് മെഡിസിൻക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു എന്താ പറയാ, എൻ്റെ ഒക്കെ ഉപ്പാൻ്റെ പ്രായം തോന്നി എനിക്ക് കണ്ടപ്പോൾ. ഒരു പ്രായം ആകെ തലയും മുടിയൊക്കെ നരച്ചൊരു നല്ല പ്രായം, ഒരു അവശനായിക്കണ ആള്. അപ്പൊ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോന്നൊന്നും അറിയില്ല. പക്ഷെ സംഭവം പറയുകയാണെങ്കിൽ കണ്ടപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി മക്കളെ. എന്താ പറയാ, ഈ പ്രവാസ ലോകത്ത് അങ്ങനെ എത്രയോ ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ടാവും. ഏത് നാട്ടുകാരനാണ് ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഇനി പാകിസ്ഥാനിയാണോ ഒന്നും അറിയില്ല. എന്തായാലും ഒരു മനുഷ്യനാണ് അയാൾ എൻ്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയപ്പോ എനിക്കിങ്ങനെ എന്താ പറയാ, ഒരു വിഷമം കൊണ്ട് തോന്നി. അയാളെ കണ്ണും ഇതൊക്കെ കണ്ട് നോക്കിയപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എന്ത് തെറ്റ് ചെയ്തത്, എന്ത് തെറ്റാണോ എന്ത് കുറ്റാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ സത്യം പറയാ, കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു വിഷമം തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസ ലോകത്ത് ചിലപ്പോ മറ്റുള്ളവർ കുറ്റം ചെയ്ത് കഴിഞ്ഞാലും അത് ഏതാണെന്ന് അത് തെളിയുന്നത് വരെ നമ്മൾ ഉള്ളിൽ കിടക്കേണ്ടി വരും. പിന്നെ അറിയാതെ ചതിയിൽ പെടുന്ന കാര്യങ്ങളുണ്ട്, പല ഇതുണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്തതാണോന്നൊന്നും അറിയില്ല. കുറച്ച് താടിയൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, ആകെ നരച്ചും ചെയ്തിക്കണ്, ആകെ ക്ഷീണിതനായിക്കണ്. പക്ഷെ ഒരു വയസ്സായിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ആളെ കാണുമ്പോൾ. അപ്പൊ അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. എന്തായാലും ഈ പ്രവാസ ലോകത്ത് മക്കളെ, അറിഞ്ഞും കൊണ്ടൊരു തെറ്റൊരാൾക്ക് ചെയ്യാൻ നിൽക്കണ്ട. പെട്ട് കഴിഞ്ഞാൽ നമ്മളെ നാടല്ല, ഇവിടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനോ ഒന്നും നടക്കൂല. ഒക്കെ മനസ്സിലാക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ശിക്ഷ എന്താണ്, ആള് ചെയ്തിട്ടുള്ളത് തെറ്റാണെന്നുള്ളത് തെളിയുന്നത് വരെ, ശരിയാണോ തെറ്റാണോ എന്ന് അത് തെളിയുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടി തന്നെ വരും. അറിഞ്ഞും കൊണ്ട് പോയിട്ട് ഒരു തെറ്റിൽ പോയി ചാടാൻ നിൽക്കണ്ട. നമുക്കൊക്കെ പറയാനുള്ളതാണ്. കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പം അത് നിങ്ങളായിട്ട് പങ്കുവെച്ചിന് മാത്രം. എന്തായാലും പടച്ചോന് എല്ലാ പ്രവാസികളെയും തൊട്ട് കാക്കട്ടെ. അറിയാതെ പെടുന്നതുണ്ട്, അറിഞ്ഞു പെടുന്നതുണ്ട്, ചതിയിൽ പെടുന്നതൊക്കെ ഉണ്ട്, പല പ്രശ്നത്തിലും പെടുന്നുണ്ട്. പക്ഷെ ആ ആളെ കണ്ടപ്പോൾ അയാൾക്കും ഉണ്ടാവില്ലേ, കുട്ടികളും മക്കളും ഭാര്യയും ഒക്കെ. എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാണി.